ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ക്ലാസ് 10 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? നമ്മൾ ബോർ അറ്റോമിക് മോഡലിനെ പറ്റി ഡീറ്റെയിലായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യത്തിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് 1s എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് 2s 2p എന്ന് പറയുന്നത്. തേർഡ് ഷെല്ലിൻ്റെ സബ് ഷെല്ലാണ് 3s 3p 3d എന്ന് പറയുന്നത്. ഫോർത്ത് ഷെല്ലിൻ്റെ സബ് ഷെൽസ് ആണ് 4s 4p 4d 4f എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഫിഫ്ത്ത് ഷെല്ലിൻ്റെ സബ് ഷെൽസ് ആണ് 5s 5p 5d 5f എന്ന് പറയുന്നത്. സിക്സ് ഷെല്ലിൻ്റെത് 6x 6p 6d. സെവൻത്ത് ഷെല്ലിൻ്റെത് 7s 7p എന്നിങ്ങനെയാണ് ഓരോ ഷെല്ലിൻ്റെയും സബ് ഷെല്ലുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, ഈ സബ് ഷെൽസിലൊക്കെ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ 1.6 നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസും തന്നിട്ടുണ്ട്, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തന്നിട്ടുണ്ട്. അതായത് ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ഫില്ല് ചെയ്യാനുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ഓരോന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനുശേഷം ഇതെങ്ങനെ ഫില്ല് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ഒരു ടേബിള്, അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എലമെൻറ്റ്സ്, കുറേ എലമെൻറ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പറാണ്. ഈ നൈട്രജൻ്റെ അറ്റോമിക് നമ്പറാണ് 7 എന്ന് പറയുന്നത്, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പറാണ് 9 എന്ന് പറയുന്നത്, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് 11, അലൂമിനിയത്തിൻ്റെ 13, ക്ലോറിൻ്റെത് 17, ആർഗൻ്റെത് 18. ഇങ്ങനെയാണ് അറ്റോമിക് നമ്പർ വരുന്ന ഈ എലമെൻറ്റ്സിൻ്റെയൊക്കെ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു 7 തന്നെയാണ് ഇവിടെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോന്നിൻ്റെയും നമുക്ക് എഴുതാം. ഫ്ലോറിൻ്റെത് 9, സോഡിയത്തിൻ്റെ 11, അലൂമിനിയം 13, ക്ലോറിൻ 17, ആർഗൺ 18. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓരോന്നിൻ്റെതും നമുക്ക് ഫില്ല് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ ഇനി സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമുക്ക് എഴുതേണ്ടത്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ ഒരു നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ബോർ മോഡൽ യൂസ് ചെയ്തിട്ട് നൈട്രജൻ്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കുക. അതായത് ഇതെന്താണ്? ഫസ്റ്റ് ഷെല്ല് K ഷെല്ലും, സെക്കൻഡ് ഷെല്ല് L ഷെല്ലും ആണ്. പിന്നെ തേർഡ് ഷെല്ലുണ്ടെങ്കിൽ അതെന്തായിരിക്കും? M ഷെല്ലായിരിക്കും. ഇങ്ങനെ ഓരോ ഷെല്ലിങ്ങനെ പോകുന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു K ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസ് നമ്മൾ K ഷെല്ലിലും കൊടുത്തു, L ഷെല്ലിൽ 5 ഇലക്ട്രോൺസും കൊടുത്തു. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫസ്റ്റ് ഷെല്ല് K ഷെല്ലിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത് ഒരു ഷെല്ലേ ഉള്ളൂ, 1s2. പിന്നെ ഉള്ളത് നമ്മളത് എന്താണ്? ഈ സെക്കൻഡ് ഷെല്ലിന് 2 ഷെൽസാണുള്ളത്, എസും പിയും. സബ് ഷെൽസാണുള്ളത് എസും പിയും. അപ്പോൾ നമ്മൾ ഈ ഒരു എസ്സിൽ നമുക്കറിയാം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. പിയിൽ എന്താണ്? പിയിൽ നമുക്ക് മാക്സിമം 6 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ആകെ എന്താണ്? 5 ഇലക്ട്രോൺസ് ആണ് ഈ ഒരു L ഷെല്ലിലുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ K ഷെല്ലിൽ ആ മാക്സിമം ഇലക്ട്രോൺസിനെ നമ്മൾ K ഷെല്ലിൽ കൊടുത്തു. അതിനുശേഷം L ഷെല്ലിലുള്ള 2 സബ് ഷെല്ലാണ് 2s 2p എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ എസ്സിൽ നമ്മൾ ആദ്യം എനർജി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഈ എസ്സിൽ നമ്മൾ 2 ഫില്ല് ചെയ്ത് നമുക്ക് 2pയിൽ നമുക്ക് 6 വരെ നമുക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അപ്പോൾ ഈ ഒരു നൈട്രജൻ്റെ
സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ എല്ലാം തന്നെ മനസ്സിലാവുന്നതായിരിക്കും. എങ്ങനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമെന്നൊക്കെ വേഗത്തിൽ മനസ്സിലാവും. അതായത് ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക, ഇത് ഷെൽ നമ്പറാണ്. ഈ ഷെൽ നമ്പർ ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇത് കെ ഷെല്ലാണ്, ഇത് എൽ ഷെല്ലാണ്, ഇത് എം ഷെല്ലാണ്, ഇത് എൻ ഷെല്ലാണ്. ഈ ഷെൽ നമ്പറിനനുസരിച്ചിരിക്കും സബ് ഷെൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഷെൽ നമ്പർ ആണെങ്കിൽ ഒരു സബ് ഷെല്ലാണ് ഉണ്ടാവുക. ഷെൽ നമ്പർ 2 ആണെങ്കിൽ അതിന് 2 സബ് ഷെല്ല് ഉണ്ടാവും. അതുപോലെ ഷെൽ നമ്പർ 3 ആണെങ്കിൽ അത് 3 സബ് ഷെല്ല്, 4 ആണെങ്കിൽ 4 സബ് ഷെല്ല്, ഇങ്ങനെയാണ് വരിക. അതുപോലെ തന്നെ ഈ ഒരു എസ് ഷെല്ലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. പിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് 8 ആണ്, ഡിയിൽ 10, എഫിൽ 14. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ നൈട്രജൻ്റെ എങ്ങനെയാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഫ്ലൂറിൻ്റെത് നമുക്ക് എഴുതണം. ഫ്ലൂറിൻ്റെത് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ബോർ മോഡൽ നമുക്ക് നന്നായിട്ട് അറിയണം. അപ്പം ബോർ മോഡൽ അനുസരിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? നമുക്കറിയാം കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസേ പറ്റുള്ളൂ? കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺസ് നമ്മൾ കെ ഷെല്ലിൽ കൊടുത്ത്, അപ്പോൾ ബാക്കി വരുന്നത് എത്രയാണ്? ഇവിടെ 9 ആണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു ഷെല്ലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. ഇപ്പോൾ നമുക്ക് ഈ 27 ആണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കെ ഷെല്ലിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ എസ്സിൽ 1s2 എന്ന് വരും. പിന്നെ എന്താണ്, ഈ 2ൽ ഏതൊക്കെ സബ് ഷെൽസ് ആണ്? എസ്സും പിയും ഉണ്ട്. ആദ്യം നമ്മൾ എസ്സിൽ ഫില്ല് ചെയ്യും, 2s2. പിന്നെ ബാക്കി എത്രയാണ് വരുന്നത്? ടോട്ടൽ 7, ബാക്കി വരുന്നത് 5. അപ്പോൾ 2p5 എന്ന് വരും. അപ്പോൾ മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഒന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. സെക്കൻഡ് ഷെല്ലിൽ മാക്സിമം 8 ആണ്. അപ്പോൾ ഇവിടെ 9 ആണുള്ളത്. അപ്പോൾ 2 ഒരു ഷെല്ലിൽ പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 7 ആണുള്ളത്. അപ്പോൾ നമുക്ക് കെ ഷെല്ലിൽ 2ഉം അതുപോലെ എൽ ഷെല്ലിൽ 7 ഇലക്ട്രോൺസാണ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത്, കെ ഷെല്ലിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെല്ലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 1s2 എന്ന് എഴുതി. ഇനി സെക്കൻഡ് ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിൽ 2 കൊടുത്തു, അതുപോലെ തന്നെ പി സബ് ഷെല്ലിൽ 5 കൊടുത്തു. അങ്ങനെ ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇതേ രീതിയിൽ നമുക്ക് സോഡിയത്തിൻ്റെ എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോഡിയത്തിൻ്റെയാണ്. നമ്മൾ ഫ്ലൂറിൻ്റെയും നൈട്രജൻ്റെയും എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ 11 ഇലക്ട്രോൺസ് ആണുള്ളത്. നമുക്കറിയാം കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസാണ് പോകുള്ളൂ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസാണ്. അപ്പോൾ ബാക്കി വരുന്ന ഒരു ഇലക്ട്രോൺ എവിടെ പോകും? നമ്മൾ ഫസ്റ്റ് നമ്മൾ കെ ഷെല്ലിൽ 2 കൊടുത്തു, അതുപോലെ എൽ ഷെല്ലിൽ നമ്മൾ 8 കൊടുത്തു. ബാക്കി വരുന്ന ഒന്ന് നമ്മൾ എം ഷെല്ലിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ബോർ മോഡൽ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് നമ്മൾ കെ ഷെല്ലിൽ 2ഉം അതുപോലെ എൽ ഷെല്ലിൽ 8 കൊടുത്തു, എം ഷെല്ലിൽ 1 കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഷെല്ലിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത് എന്താണ്? എസ് ആണ്. അപ്പോൾ ഈ ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1s2 എന്ന് എഴുതി. ഇനിയിപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ സബ് ഷെൽസ് നമുക്കറിയാം പിയും എസ്സും. അപ്പോൾ എസ്സിൽ ആദ്യം നമ്മൾ ഫില്ല് ചെയ്തു, 2s2. പിന്നെ എന്താ, പി നമ്മൾ ഫില്ല് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2p6 കിട്ടി. പിന്നെ ഇതെന്താണ്? മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണല്ലോ. അങ്ങനെ 3s1 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അലൂമിനിയത്തിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ ഒരു സോഡിയത്തിൻ്റെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ല? ഒന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ സബ് ഷെല്ല് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും ആ സബ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലൂമിനിയത്തിൻ്റെ കേസാണ്. അലൂമിനിയത്തിൻ്റെ കേസിൽ എന്താണ്? അലൂമിനിയത്തിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോർ മോഡൽ വരയ്ക്കുക. ബോർ മോഡൽ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം
ബോർ മോഡൽ വരക്കണമെന്നില്ല, ജസ്റ്റ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 283 ആണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു 283 എന്ന് പറയുമ്പോൾ ഈ ഒരു 2 എന്ന് പറയുന്ന ഇലക്ട്രോൺസ് എവിടെയാണ് പോവുക? 1s2ലാണ് പോവുക. ഇവിടെ ഈ 8നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം എസും പിയിലും. അപ്പോൾ എസ്സിൽ 2 ഇലക്ട്രോൺസും പിയിൽ 6 ഇലക്ട്രോൺ. അപ്പോൾ 2s2 2p6 വരും. ബാക്കി വരുന്ന ഇലക്ട്രോൺസ് എവിടെ പോകും? 3s പോകും. 3s2ൽ പോകും. 3s2ൽ പോയി കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ബാക്കി ഉണ്ടാകും. മാക്സിമം നമുക്ക് എസ്സിൽ എന്താണ് 2 ഇലക്ട്രോൺസ് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റൂ. ആ ബാക്കി വരുന്ന ഇലക്ട്രോൺ 3p1 പോകും, അതായത് പിയിലേക്ക് പോകും, പി എന്ന സബ്ഷെല്ലിലേക്ക് പോകും. അപ്പോൾ അവിടെ എന്താണ് 3p1 എന്ന് വരും. അങ്ങനെയാണ് ഇത് വരുന്നത്. അതായത് മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റ് ഷെല്ലിൻ്റെത് നമ്മൾ 1s2 2 ഇലക്ട്രോൺസ് അവിടെ ഫില്ലായി. പിന്നെ സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അതിൻ്റെ 2 സബ്ഷെൽസ് ആണ് 2s-ഉം 2p എന്ന് പറയുന്നത്. 2s-ൽ ആദ്യം ഫില്ല് ചെയ്തു 2s2, പിന്നെ നമ്മൾ 2pയിൽ ഫില്ല് ചെയ്തു 2p6, പിന്നെ 3s2 3p1. ഈ രീതിയിലാണ് അലൂമിനിയത്തിൻ്റെ വരുന്നത്. ഇനി നമുക്ക് ക്ലോറിൻ്റെതും ആർഗണിൻ്റെതും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോറിൻ്റെതാണ്. അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 287 ആ രീതിയിലാണ് വരിക. അപ്പോൾ നമുക്കറിയാം കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 8, പിന്നെ എം ഷെല്ലിൽ എത്രയാണ് വരിക? 7 ആണ് വരിക. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇതിൻ്റെ സബ്ഷെല്ലിൽ ഏതാ വരിക? 1s-ൽ 2 ഇലക്ട്രോൺസ്, പിന്നെ എന്താണ് 2s-ൽ 2 ഇലക്ട്രോൺസ്, പിയിൽ എന്താണ് വരുന്നത്? 6. പിന്നെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ 3s-ൽ ഇലക്ട്രോൺസിന് കൊടുക്കും. അപ്പോൾ 3s2, പിന്നെ എന്താ വരുന്നത്? 3p5. ഈ രീതിയിലാണ് ക്ലോറിൻ്റെ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ആർഗണിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആർഗണിൻ്റെത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്ക്. നമ്മൾ ഈ ഒരു കെ ഷെല്ലിൽ 2ഉം അതുപോലെ ഈ ഒരു എൽ ഷെല്ലിൽ 8ഉം പിന്നെ എന്താണ് ഈ ഒരു എം ഷെല്ലിൽ 8ഉം ആണ് വരുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ് ആർഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നറിയാമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതായത് ഫസ്റ്റ് നമ്മൾ കെ ഷെല്ലിൽ 1s2, അതായത് അതിൻ്റെ ഒരു ഷെല്ല് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഷെല്ലിൽ സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ നമ്മളത് എസും പി എന്ന് പറഞ്ഞിട്ട് 2 ഷെല്ലുണ്ട്. അപ്പോൾ എസ്സിൽ 2 കൊടുത്ത് ബാക്കി വരുന്നത് പി ഷെല്ലിൽ കൊടുത്ത്. ഇനി തേർഡിലുള്ളത് എന്താണ്? തേർഡിലും അങ്ങനെ തന്നെ, ആദ്യം എസ്സിൽ കൊടുത്തു പിന്നെ പിയിൽ കൊടുത്തു. അപ്പോൾ എല്ലാത്തിലും ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് ആർഗണിൻ്റെത് എഴുതുന്നത്. അപ്പോൾ ആർഗണിൻ്റെ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? 1s2 2s2 2p6 3s2 3p6. ഈ രീതിയിലാണ് ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്, അതായത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രോൺസിനെ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ കാണുന്ന സമയത്ത് നമുക്കെല്ലാം വളരെ ഈസിയായി തോന്നും, പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിലുള്ള മിസ്റ്റേക്സും ഇതൊക്കെ നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് നിങ്ങൾ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അറിയാമല്ലോ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലാണോ ആൻസർ കിട്ടിയിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസറും ഇതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മളിവിടെ നമ്പർ എഴുതുന്നത്. അതായത് ഈ ഒരു സൈഡിലുള്ള എലമെൻറ്റിന് ഈ ഒരു സൈഡിൽ കൊടുക്കുന്നത് അറ്റോമിക് നമ്പറാണ്. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനും നമ്പർ ഓഫ് പ്രോട്ടോൺസിനും ഈക്വലാണ്. അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പം ഇവിടെ നമ്മളതൊക്കെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. ഇപ്പോൾ സോഡിയത്തിൻ്റെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ എഴുതിയ ഇത് ഒന്ന് ആഡപ്പ് ചെയ്ത് വെക്കുക, മേലെയുള്ള ഈ നമ്പർ. അപ്പോൾ നമുക്ക് 2 എന്ന് പറഞ്ഞാൽ 4 4 10 11. അപ്പോൾ ഈ ഒരു
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയാണ്. അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഷെല്ലിനനുസരിച്ചിരിക്കും സബ് ഷെൽസ് എന്ന് പറയുന്നത്. കെ ഷെല്ലിന് ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതുപോലെ നമ്മുടെ എൽ ഷെല്ലിന് 2 സബ് ഷെല്ല്, എം ഷെല്ലിന് 3 സബ് ഷെല്ല്. ആദ്യം എസ്സിൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് പിയിൽ ഫില്ല് ചെയ്യുള്ളൂ. പിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഡിയിൽ, ആ രീതിയിലാണ് വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടാസ്യത്തിൻ്റെ കേസിലെടുത്ത് നോക്കുമ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 11 ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് 3s1. അപ്പോൾ ഒരു 15 ആകുന്ന സമയത്ത് എന്താണ്, ഈ ഒരു എസ്സിൽ ഒരു ഇലക്ട്രോണും കൂടി പോകും. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി എസ്സിൽ പോയി, പിന്നെ എന്താണ് 3p3, ഈ ഒരു പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുക. അതുപോലെ മാഗ്നീഷ്യത്തിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ എന്താണ്, ആദ്യം നമ്മൾ കെ ഷെല്ലിലുള്ള 2 ഇലക്ട്രോൺസിന് 1s2, പിന്നെ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്, അതിന് നമ്മൾ എസ്സും പിയും ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ എസ്സിൽ 2ഉം പിയിൽ 6ഉം കൊടുത്ത്, പിന്നെ ബാക്കി വരുന്നത് നമ്മൾ തേർഡ് ഷെല്ലായ എം ഷെല്ലിൽ കൊടുത്തു. എം ഷെല്ലിൽ ആദ്യത്തെ സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ് ആണ്, അപ്പം 3s2. അങ്ങനെ ആർഗണ്ടതും നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ ആർഗണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇനിയുള്ളത് കാൽസ്യത്തിൻ്റെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആർഗണ്ടത് 18 ആയിരുന്നു. അപ്പോൾ 18ൻ്റെ കൂടെ 2 കൂടി കൂട്ടിയാൽ, 2 ഇലക്ട്രോണും കൂടി കൂട്ടിയാൽ എന്താണ് 20 ആയി. അപ്പോൾ നമുക്ക് ഈ ഒരു പിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് അടുത്ത ഷെല്ലിലേക്കാണ് പോകുന്നത്, അതായത് 4s2ലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എനർജി ലെവൽസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതായത് 1s ഫില്ല് ചെയ്ത്, പിന്നെ 2s, പിന്നെ 2p പിന്നെ 3s, പിന്നെ 3p, 4s, 3d, ഈ രീതിയിലാണ് നമ്മൾ ഓരോന്നിനും സബ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനർജി ലെവൽസ് പറയുകയാണെങ്കിൽ 3sന് 3pനേക്കാളും എനർജി കുറവായിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1.3 ഒരു ഫിഗർ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 3sന് 3pയേക്കാൾ എനർജി കുറവാണ്. അതുപോലെ 3dയും 4sഉം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4sനാണ് എനർജി കുറവ്, 3dക്ക് എനർജി കൂടുതലാണ്. ഇവിടെ നോക്കുക, നിങ്ങൾ 3p കഴിഞ്ഞ് കഴിഞ്ഞാൽ 4sലാണ് ഫില്ല് ചെയ്യുന്നത്. 4s ഫില്ല് ചെയ്തിട്ടാണ് 3dയിലേക്ക് പോകുന്നത്. അതായത് ഇതിന് ഹൈ എനർജിയാണ് ഇതിനെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് എനർജി കുറഞ്ഞതിലാണ് ആദ്യം ഫില്ല് ചെയ്ത് പോവുക. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സബ് ഷെല്ലിനെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എനർജി ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ആദ്യം 1sനാണ് കുറവ്, അതിലും കൂടുതൽ 2sന്, 2s കഴിഞ്ഞാൽ 2p, 3s, 3p, 4s, 3d, 4p. അത് ഡൗട്ടുള്ളവർ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഇത് 1s കഴിഞ്ഞാൽ എന്താണ് 2s ആണ്, പിന്നെ 2p, 3s, 3p, 4s, 3d. ഈ രീതിയിലാണ് എനർജി ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യത്തിൻ്റെയും ആർഗൻ്റെയും സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ ആർഗൻ്റ് ഓൾറെഡി നമ്മൾ ഇങ്ങനെയാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതായത് ആർഗണിനേക്കാളും ഒരു ഇലക്ട്രോണ് കൂടുതലാണ് പൊട്ടാസ്യത്തിന്. അതുകൊണ്ട് ആ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, 4sലേക്ക് പോകും, 4s1. ആ രീതിയിലാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കാൻഡിയത്തിൻ്റെയാണ്. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു 4s21 ആണ്. അപ്പോൾ 21 എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ 19 ആണ് പൊട്ടാസ്യത്തിൻ്റെ 19 ആകുമ്പോൾ ഇവിടെ 4s1ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ എന്താവും, സ്കാൻഡിയത്തിൻ്റെത് അതിനേക്കാൾ 2 ഇലക്ട്രോൺസ് കൂടുതലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടി 4sലേക്ക് പോകും, അപ്പോൾ 4s2 പോകും. പിന്നെ അടുത്ത ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3dയിലേക്ക് പോകും, അപ്പോൾ 3d1. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതായത് 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ആ രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വാനേഡിയത്തിൻ്റെയും ടൈറ്റാനിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത്, സ്കാൻഡിയത്തിൻ്റെ 21 ആയിരുന്നു, 22 ആണ് ടൈറ്റാനിയത്തിൻ്റെ വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ എന്താ ഡി ഷെല്ലിലേക്ക് പോകും. പിന്നെ എന്താണ് വാനേഡിയത്തിൻ്റെ 23 ആകുമ്പോൾ ഈ ഒരു ഡി ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണും കൂടി പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതായത് ടൈറ്റാനിയത്തിൻ്റെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കെ ഷെല്ലിൻ്റെ ഒരു സബ് ഷെല്ലുണ്ട്, കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അത് ഈ ഒരു 1s2 പോയി. ഇനി നമ്മളുടെ കയ്യിലെന്താണ് എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അത് എസ്സിലും പിയിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. എസ്സിൽ 2 കൊടുത്തു, അതുപോലെ തന്നെ പിയിൽ 6 കൊടുത്തു, അങ്ങനെ ടോട്ടൽ 8 ആയി. ഇനി നമുക്ക് എം ഷെല്ലാണുള്ളത്. എം ഷെല്ലിൽ ടോട്ടൽ നമ്പർ എത്ര ഇലക്ട്രോൺസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക, 18 ഇലക്ട്രോൺസ് കൊടുക്കാൻ പറ്റും. പക്ഷേ എനർജി ലെവൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു 3Dക്ക് 4sനേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ 4sൽ ആദ്യം ഇലക്ട്രോൺസ് പോവും, അതിന് ശേഷമാണ് 3Dയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഒരു 3Pയിൽ നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം 4sൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യും, അതിനുശേഷം 3Dയിലേക്ക് ഫില്ല് ചെയ്യും 2 ഇലക്ട്രോൺസിന്. അങ്ങനെയാണ് ടൈറ്റാനിയത്തിൻ്റെ വരുന്നത്. വാനേഡിയത്തിൻ്റെ വരുമ്പോൾ എന്താണ്, ഇതുപോലെ തന്നെ 4sൽ ആദ്യം ഫില്ല് ചെയ്ത് പിന്നെ 3Dയിലേക്ക് കൊടുക്കും 3 ഇലക്ട്രോൺസ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വരുന്നത്. ടെസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് എന്താണെന്ന് നോക്കാം. അതായത് നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് സോഡിയത്തിൻ്റെ മുമ്പുള്ള നോബിൾ ഗ്യാസ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോബിൾ ഗ്യാസ് ഏതാണ്, നിയോൺ ആണ്. അതായത് അറ്റോമിക് നമ്പർ 10 ആയത് നിയോണിനാണ്. അപ്പോൾ ആ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്നത് കെ ഷെല്ലിലും, എല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, 8 ഇലക്ട്രോൺസ്. അപ്പോൾ കെ ഷെല്ലിന് ഒരു സബ് ഷെല്ലാണ് ഉണ്ടാവുള്ളൂ, എസ് എന്ന് പറയുന്നത് 1s2. ഇനി എൽ ഷെല്ലിൽ എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, അവിടെ 2 സബ് ഷെൽസ്. അപ്പോൾ ആദ്യം നമ്മൾ 2s കൊടുത്ത് 2 ഇലക്ട്രോൺ, പിന്നെ പിയിൽ കൊടുത്തു 6 ഇലക്ട്രോൺസ്. അങ്ങനെ നിയോണിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. 281 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് കെ ഷെല്ലിൻ്റെ സബ് ഷെല്ല് എന്ന് പറയുന്നത് എസ് ആണ്. അപ്പോൾ അതിൽ ആ എസ്സിൽ 2 ഇലക്ട്രോൺസ് കൊടുത്ത്, എൽ ഷെല്ലിൽ എസ്സും പിയും ഉണ്ട്. അപ്പോൾ 2 എസ്സിലും കൊടുത്തു, പിയിൽ 6 കൊടുത്തു, ബാക്കി വരുന്നത് 3sൽ കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു സോഡിയത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമ്മൾ ഈ ഒരു സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് ചുരുക്കി എഴുതണം. അതിന് എന്ത് ചെയ്താൽ മതി, നിയോൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ്. ആ നോബിൾ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം നമുക്ക് ഈ ഇതുപോലെ നോബിൾ ഗ്യാസിന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് അതിനുശേഷം ബാക്കിയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മതി. അപ്പം നമുക്ക് സിമ്പിളായിട്ട് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതാൻ സാധിക്കുന്നതായിരിക്കും.